ഇന്നത്തെ ദിവസം അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. കാർഡ്സ് ഷഫിൾഡാണേ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, ടവർ, എന്ത് പറ്റി? പേജ് ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് കപ്സ്, 2 ഓഫ് വാൻഡ്സ്, 3 ഓഫ് കപ്സ്, ശരി. 9 ഓഫ് സ്വാർഡ്സ്, ചാരിയറ്റ്, ലവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഒരു ടെമ്പററി ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഫാമിലിയുടെ ഇടപെടൽ മൂലമായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ട് കാണുന്നു. ഓക്കെ, അവരുടെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹം തന്നെയാണ് മെയിനായിട്ട്. അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് ഫാമിലിയിൽ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ട് തന്നെ കാണുന്നു. ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ് ഒരുപാട് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ ഇവിടെ സ്പൗസ്, കുട്ടികളാവാം, അല്ലെങ്കിൽ പാരൻസ് ആവാം. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഇടയിൽ ഒരു ടെമ്പററി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസിലും ആണെന്ന് കാണുന്നു. പക്ഷേ ഇവർ എന്തൊക്കെ തന്നെ ആയിരുന്നാലും ജോലി സംബന്ധമായിട്ടായിരിക്കും ഇവർ ലോങ് ഡിസ്റ്റൻസിൽ പോയത് കേട്ടോ. എന്തു തന്നെ ആയാലും ഇവരുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഫോളോ ചെയ്ത് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കും അവരോട് സ്നേഹമാണ്, വെയിറ്റിംഗ് പീരീഡിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർക്ക് എന്തിനാ നിങ്ങളെ വിഷമിപ്പിച്ചതിൽ ഇവർക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അവർ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നു എന്നും കാണുന്നു. ഓക്കെ, സിറ്റുവേഷൻസ് പലതായിരിക്കാം. പല സിറ്റുവേഷൻസ് കാരണം ഒരു നോ കോണ്ടാക്റ്റിൽ പോകേണ്ടുന്ന സാഹചര്യം അവർക്ക് ഉണ്ടായിപ്പോയി. ഓക്കെ, പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇനിയും താമസിപ്പിച്ച് അങ്ങനെ ഒരു നോ കോണ്ടാക്റ്റിൽ തുടരേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു തീരുമാനം നിങ്ങളെ അറിയിക്കേണ്ടുന്ന സമയമായിട്ടുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരാം എന്നൊരു ഫീലിങ്ങിലാണ് അവർ നിൽക്കുന്നത്. അത് വരുന്ന സമയത്ത് ഒരു തീരുമാനം എടുത്തിട്ടായിരിക്കും അവർ വരുന്നത്. ഓക്കെ, അവരതിനെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതൊരു നല്ല തീരുമാനം തന്നെ ആയിരിക്കും നിങ്ങൾക്കായിട്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു കോൾ, ഒരു മെസ്സേജൊക്കെ പ്രിലിമിനറി ആയിട്ട് ഈ മടങ്ങി വരവിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ എല്ലാം അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് ഈ സമയം.